അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിശ്വാസികളെ, പരിശുദ്ധമായ റമളാനിൻ്റെ പാവനമായ ദിനങ്ങളിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അള്ളാഹു നമ്മുടെ നോമ്പുകളെയും നമ്മുടെ സ്വതക്കകളെയും നമ്മുടെ നിസ്കാരങ്ങളെയും ഖബൂൽ ചെയ്യട്ടെ. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് തൻ്റെ അനുയായികൾ എങ്ങനെ വളരണമെന്ന്, എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായി പ്രതിപാദിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ഹദീസ് ഇപ്രകാരം കാണാം: എത്ര ആളുകളാണ് ദുആ ചെയ്യുന്നതിന് വേണ്ടി കരങ്ങളിങ്ങനെ ആകാശത്തേക്ക് ഉയർത്തി നിൽക്കുന്നത്, പക്ഷേ അവരുടെ ദുആ എങ്ങനെ അള്ളാഹു സ്വീകരിക്കാനാണ്? ആ ഹദീസ് പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. അള്ളാഹു ത്വയ്യിബാണ്, ത്വയ്യിബിനെ അല്ലാതെ അള്ളാഹു സ്വീകരിക്കുകയില്ല. സാമ്പത്തികമായി വളരെയേറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. കടബാധ്യതയുള്ള ആളുകൾ, എങ്ങനെയാണ് ഇനി ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുക എന്ന് ചിന്തിക്കുന്ന ആളുകൾ. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഒരു ഹദീസിൻ്റെ ബാക്കി ഭാഗം നമുക്കിങ്ങനെ നോക്കാം. ദക്കറ റജുലു യുത്തീലു സഫർ. ഒരു മനുഷ്യൻ ഒരു വിദൂര യാത്ര കഴിഞ്ഞ് വരികയാണ്. ആ യാത്ര കഴിഞ്ഞ് എത്തിയ മനുഷ്യനെ കുറിച്ച് പറയപ്പെടുന്നത് ഇങ്ങനെയാണ്: അശ്റസ അഖ്ബറ. അശ്റസ അഖ്ബറ. അവൻ പൊടിപടലങ്ങൾ പിടിച്ചവനാണ്, വൃത്തികേടുള്ളവനാണ്. പൊടിപടലങ്ങൾ പിടിച്ച വൃത്തികേടുള്ള ഒരു മനുഷ്യൻ ദീർഘയാത്ര കഴിഞ്ഞ് ഒരു നാട്ടിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. യമുദ്ദു യദൈഹി ഇല സമാ. എന്നിട്ട് അവൻ്റെ രണ്ട് കൈകളെ ആകാശത്തേക്ക് ഉയർത്തി നീട്ടിപ്പിടിച്ചിട്ട് അവനിങ്ങനെ പറയാണ്: യാ റബ്ബി, യാ റബ്ബി, എൻ്റെ റബ്ബേ, എൻ്റെ റബ്ബേ, എൻ്റെ ദുആഇനെ നീ സ്വീകരിക്കണമേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ഒരു മനുഷ്യൻ. വമത്അമഹു ഹറാം. അവൻ്റെ ഭക്ഷണമാവട്ടെ ഹറാമാണ്. വമശ്റബഹു ഹറാം. അവൻ്റെ ഷുർബ് പാനീയമാകട്ടെ ഹറാമാണ്. വമൽബസുഹു ഹറാം. അവൻ ധരിച്ചതാകട്ടെ ഹറാമാണ്. മാത്രമല്ല വഗുദിയ ബിൽ ഹറാം. അവൻ ഹറാം കൊണ്ട് പൊതിഞ്ഞവനാണ്, അല്ലെങ്കിൽ ഹറാമിൽ മുങ്ങിക്കുളിച്ചവനാണ്. ഫഅന്നാ യുസ്തജാബു ലഹു. എങ്ങനെയാണ് അവനിക്ക് ഉത്തരം കിട്ടുക? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഹദീസ് മാത്രം എടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്താൻ പറ്റുന്ന ഒരു സുവർണ അവസരമാണ് ഇന്നത്തെ ദിവസം. നമ്മുടെ ജീവിതത്തിൽ ഹറാം കലർന്ന ജീവിതമാണ് നമുക്കുള്ളത് എങ്കിൽ യാതൊരു തരത്തിലും നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധ്യമല്ല എന്നുള്ളതിൻ്റെ തെളിവുകളാണ് മുൻപേ പറഞ്ഞു വെച്ചത്. ഒരാളുടെ സാമ്പത്തിക ബാധ്യത എങ്ങനെയാണ് അയാൾ ചിലവഴിക്കുന്നത് എന്നുള്ളത് അനുസരിച്ചിരിക്കും. ഒരാൾക്ക് എത്ര രൂപയാണ് വരുമാനം ലഭിക്കുന്നത് എന്ന് നോക്കിയിട്ടാകണം അയാളുടെ ചിലവ് തയ്യാറാക്കേണ്ടുന്നത്. ഒരിക്കലും ഇസ്രാഫ് ഇസ്ലാം അനുവദിച്ചിട്ടില്ല, പിശുക്കും ഇസ്ലാം അനുവദിക്കുന്നില്ല. പിശുക്കുന്നതും ഇസ്ലാം അനുവദിക്കുന്നില്ല, ഇസ്രാഫ് അഥവാ ദുർവ്യയവും ഇസ്ലാം അനുവദിക്കുന്നില്ല. രണ്ടിനും ഇടയിൽ മിതമായ രീതിയിൽ സമ്പത്തിനെ ചിലവഴിക്കുന്നവരാണ് ഇസ്ലാം അനുശാസിക്കുന്ന യഥാർത്ഥത്തിലുള്ള ജീവിതമുള്ളവർ. നമ്മൾ നേരത്തെ പറഞ്ഞു, മത്അം ഹറാമാകുന്നത് എങ്ങനെയാണ്? ഒരാളുടെ ഭക്ഷണം ഹറാമാകുന്നത് എപ്പോഴാണ്? അയാളുടെ ജീവിതത്തിൽ അയാളുടെ സമ്പാദ്യങ്ങൾ ഹറാമാകുമ്പോഴാണ്. ധാരാളം ഘട്ടങ്ങളുണ്ട് ഒരു മനുഷ്യൻ എപ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്നത്. അള്ളാഹു എല്ലാവർക്കും സമ്പത്ത് നൽകിയിരിക്കുന്നത് ഒരേ രീതിയിലല്ല, ഒരേ അളവിലല്ല, ഒരേ കണക്കിലല്ല. വ്യത്യസ്തമായ രീതിയിൽ, വ്യത്യസ്തമായ അളവിൽ, വ്യത്യസ്തമായ കണക്കുകളിൽ അള്ളാഹു നൽകിയ സമ്പത്ത് ഓരോരുത്തരും ചിലവഴിക്കുന്നത് എങ്ങനെയാണ് എന്ന് അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മറ്റുള്ളവൻ്റെ വീട്ടിലെ അവസ്ഥ നോക്കി, മറ്റുള്ളവൻ ഉപയോഗിക്കുന്ന വാഹനം നോക്കി, മറ്റുള്ളവർ ഉപയോഗിക്കുന്ന ഫോണുകൾ നോക്കി നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ബാധ്യതയുള്ളവരാകുന്നത്. മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ നഷ്ടജീവിതമായി മാറിപ്പോകുന്നത്. ഒരു ഉദാഹരണം പറയാം. ഇന്നലെ നമ്മളെ കാണാൻ വരുന്ന ഒരാളുടെ ആവശ്യം, ആളുടെ കയ്യിൽ ധാരാളം സമ്പത്തുണ്ടായിരുന്നു. ഉള്ള കാലത്ത് വലിയൊരു വീട് വെക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്ന സമ്പത്ത് മുഴുവനും ചിലവഴിക്കുകയും തികയാത്തതിനെ ലോണെടുത്ത് അദ്ദേഹം വീട് പണി പൂർത്തിയാക്കുകയും ചെയ്തു. സംഭവിച്ചത് എന്തെന്നറിയോ? വീട് പണി പൂർത്തിയാക്കിയപ്പോഴേക്കും ഉണ്ടായിരുന്ന ജോലി അദ്ദേഹത്തിന് നഷ്ടമായി. നാട്ടിലെത്തി ഒരുപാട് കാലം
നാട്ടിൽ പല രീതിയിലുള്ള ജോലികൾ ചെയ്തു നോക്കി. പക്ഷേ അവിടെ നിന്ന് ലഭിച്ചിരുന്ന, വിദേശത്ത് നിന്ന് ലഭിച്ചിരുന്ന ആ ഒരു രീതിയിലേക്ക് സമ്പാദ്യം ലഭിക്കാതിരിക്കുകയും ഉണ്ടായിരുന്ന സമ്പാദ്യം നഷ്ടപ്പെടുകയും വലിയ ബാധ്യത ഏറ്റെടുക്കേണ്ടി വരികയും ചെയ്തു. സാധാരണയായി അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എത്ര രൂപ ഇപ്പോൾ ഒരു ദിവസം മാറ്റിവെക്കുന്നുണ്ട്? 1000 രൂപ പണിയെടുത്ത് ലഭിക്കുന്ന 1000 രൂപയിൽ ഒരു ദിവസം 700 രൂപ മാറ്റിവെക്കുന്നത് പലിശയ്ക്ക് വേണ്ടിയാണെന്ന് ആ സുഹൃത്ത് ഓർമ്മപ്പെടുത്തിയപ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, ഒരു ദിവസം പലിശ ഉപയോഗിക്കുന്നത് തന്നെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയെന്ന് മാത്രമല്ല, അത് നിഷിദ്ധമാണ് എന്ന് കർശനമായ നിർദ്ദേശം പരിശുദ്ധമായ ഖുർആനിലൂടെ നൽകുകയും ചെയ്തു. എന്നിട്ടും പലിശയിലേക്ക് മുഅ്മിനീങ്ങളായ ആളുകൾ ചെന്നുപെടുകയും നിർബന്ധിത സാഹചര്യമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ, നിർബന്ധിത സാഹചര്യമല്ലാതിരുന്നിട്ടും നമ്മളതിൽ ചെന്ന് പെടുകയും അതിൽ ലയിക്കുകയും ചെയ്തപ്പോൾ ജീവിതത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു. ധാരാളം സമ്പാദ്യങ്ങൾ ഉണ്ടായിരുന്നവരുടെ സമ്പാദ്യം നഷ്ടപ്പെട്ടു. എപ്പോഴാണ് നമ്മളൊരു വീട് വെക്കേണ്ടത്? ഏത് സമയത്താണ് നമ്മളൊരു വാഹനം വാങ്ങേണ്ടത്? എപ്പോഴാണ് നമ്മൾ യാത്ര പോകേണ്ടത്? ഏത് സമ്പാദ്യമുള്ളവരാണ് ഈ രീതിയിൽ അവരവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തേണ്ടത്? എല്ലാം കൃത്യമായി പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധമായ ഇസ്ലാമിന് ഇതിലും കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. ഈ റമദാൻ മാസത്തിൽ ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ സാധിക്കും. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എൻ്റെ സമ്പാദ്യം ഞാൻ ചിലവഴിക്കുന്നില്ല. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഞാനൊന്നും വാങ്ങിക്കൂട്ടുന്നില്ല. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ എൻ്റെ വീടിനെ മോടി പിടിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നഷ്ടമാകുന്നത്, മറ്റുള്ളവർ ഒരു താൽക്കാലികമായി നിങ്ങളോട് ഒരാവശ്യം പറഞ്ഞേക്കാം. മറ്റുള്ളവർ താൽക്കാലികമായി നിങ്ങളോടൊരു ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ സന്തോഷം പ്രകടിപ്പിച്ചേക്കാം. ധാരാളം ആളുകളുടെ അനുമോദനങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചേക്കാം. വീട് കാണുമ്പോൾ, വാഹനം കാണുമ്പോൾ ഒരുപാട് ആളുകൾ വളരെ നന്നായി എന്ന് നിങ്ങളോട് അടക്കം പറഞ്ഞേക്കാം. പക്ഷേ അത് കഴിഞ്ഞൊരു ജീവിതമുണ്ട്. ദിവസങ്ങളോളം, മാസങ്ങളോളം ഉറക്കമില്ലാതെ കട്ടിലിൽ എത്ര വലിയ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വീടാണെങ്കിലും അതിനുള്ളിലെ വലിയ വിലയുള്ള കട്ടിലിൽ കിടന്നാലും ഉറക്കം വരാത്ത രാത്രികൾ ഉണ്ടാവാറുണ്ട്. അതിനൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ വിനിമയം കൃത്യമായി കണക്കു പ്രകാരം അല്ല എന്നുള്ളത് കൊണ്ടാണ്. അത് കൃത്യമാക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെപ്പോഴും പരിശ്രമിക്കേണ്ടത്. പുതിയൊരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ തിരിച്ചറിയേണ്ടുന്ന ഒരു വസ്തുത ഇതുതന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ പേപ്പറിൽ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്ന ഒരു വാർത്ത ഇങ്ങനെയായിരുന്നു: 100 കോടി ഇന്ത്യക്കാരെ എടുത്താൽ ഒരു മാസാവസാനം കയ്യിൽ പണം വെക്കാൻ ബാക്കിയുള്ളവർ ഒരാൾ പോലും ഉണ്ടാവില്ല എന്നുള്ളത്. അഥവാ 100 കോടി ആളുകൾ ഇന്ത്യയിൽ ദരിദ്രരാണ്. ഒരു മാസാവസാനമാകുമ്പോഴേക്കും കയ്യിലുള്ള പണം മുഴുവനും മിച്ചം വെക്കാൻ ബാക്കിയില്ലാത്തവരാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? വരവ് കുറഞ്ഞതുകൊണ്ട് മാത്രമല്ല, ചിലവ് നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ടുകൂടിയാണ്. വരവ് നിയന്ത്രിക്കാനും ചിലവ് നിയന്ത്രിക്കാനും കഴിയുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ അവൻ്റെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ സാധിക്കുക, അവൻ്റെ ജീവിതത്തെ നന്നാക്കാൻ സാധിക്കുക. നമ്മൾ അതിന് ചെയ്യേണ്ടുന്ന ചില പൊടിക്കൈകളുണ്ട്. അഥവാ നമ്മുടെ വരുമാനം എത്രയാണ് എന്നുള്ളത് കൃത്യമായി നമ്മൾ കൂട്ടിവെക്കണം. ആ വരുമാനത്തിനനുസരിച്ചുള്ള ചിലവ് മാത്രം നമ്മൾ നടത്താൻ വേണ്ടി തയ്യാറാവണം. ഒരു ഉദാഹരണം പറയാം. 10,000 രൂപ വരുമാനമുള്ളവൻ ഒരിക്കലും 50,000 രൂപയുടെ ചിലവ് നടത്താൻ പാടില്ല. 10,000 രൂപയിലെ 5,000 രൂപയുടെ ചിലവും 5,000 രൂപ മാറ്റിവെക്കാനും ഉണ്ടെങ്കിൽ മാത്രമാണ് അവൻ്റെ ജീവിതം മുന്നോട്ട് പോവുക. 20,000 രൂപ വരുമാനമുള്ളവൻ 10,000 രൂപ ചിലവഴിക്കാനും 10,000 രൂപ മാറ്റിവെക്കാനും സാധിക്കുമ്പോഴാണ് ജീവിതം മുന്നോട്ട് പോവുക. മാറ്റിവെക്കുന്ന 10,000-ത്തിൽ നിന്നായിരിക്കണം അവൻ്റെ ബാക്കിയുള്ള എമർജൻസി കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ടുകൾ വരെ ഉൽപ്പാദിപ്പിക്കേണ്ടത്. അവൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് പണം ചിലവഴിക്കേണ്ടത്. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്: ഒരിക്കലും അബദ്ധങ്ങളിൽ ചെന്നു ചാടാതിരിക്കുക. പെട്ടെന്ന് പണം കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങളെ സമീപിക്കുന്ന ഒരാളെയും നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. വെറുതെ കിട്ടുന്ന ഒന്നും എനിക്ക് വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കുക. വെറുതെ തരുന്ന ഒരു സമ്പാദ്യവും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഉറപ്പിക്കുക. കയ്യിലുള്ള പണം കൊടുത്ത് അധിക പണം നേടാമെന്ന് പറയുന്നവരോട് എനിക്കത് ആവശ്യമില്ല എന്ന് പറയാൻ നിങ്ങൾ പഠിക്കുക. കാരണം
അത്തരത്തിൽ നിങ്ങളെ സമ്പന്നരാക്കാൻ ലോകത്ത് ഒരാളും പരിശ്രമിക്കുകയില്ല. നിങ്ങളുടെ പണം കൊണ്ട് അധിക പണം ലഭിക്കുമെങ്കിൽ അത് കടമായി സ്വീകരിച്ച് അവർ തന്നെ അധിക പണം ഉണ്ടാക്കുമല്ലോ എന്നുള്ള കോമൺ ലോജിക് ഉപയോഗിച്ചെങ്കിലും ചിന്തിച്ചുകൊണ്ട് നമ്മുടെ സമ്പാദ്യത്തെ എപ്പോഴും സുതാര്യമാക്കി കയ്യിൽ വെക്കാൻ നിങ്ങൾ പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സാമ്പത്തികമെന്ന് പറയുന്നത് പല കുടുംബങ്ങളുടെയും ശിഥിലമാകുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഒരിക്കലും നമ്മളതിൽ തകർന്നു പോകരുത്, തളർന്നു പോകരുത്. നല്ല രീതിയിലുള്ള വിനിമയവും കൃത്യമായ ചിലവും കൃത്യമായ ബഡ്ജറ്റ് പ്ലാനിങ്ങുമുള്ള ആളുകൾക്ക് ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങളും സംഭവിക്കില്ല എന്നത് തീർച്ചയാണ്. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഹദീസ് മാത്രം നമ്മളെപ്പോഴും മനസ്സിലുണ്ടാവുക. ഒരാൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മത്അമും മശ്റബും മൽബസും ഹറാമാണ് എങ്കിൽ അവൻ എത്ര തവണ ആകാശത്തേക്ക് കൈ ഉയർത്തിയിട്ട് യാ റബ്ബി യാ റബ്ബി എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചാലും അള്ളാഹു ഫഅന്ന യുസ്തജാബു ലക്കും, നിങ്ങൾക്ക് എങ്ങനെയാണ് അള്ളാഹു മറുപടി നൽകുക, എങ്ങനെയാണ് ആ ദുആക്ക് ഉത്തരം നൽകുക എന്ന് നിങ്ങളും എപ്പോഴും ചിന്തിക്കുക. അള്ളാഹു പരിശുദ്ധമായ റമളാനിൽ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.